എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. മിഞ്ഞാന്നാണ് തന്നതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ചെയ്യുന്നത്. മിഞ്ഞാന്ന് തന്നതാണ്. ഞാൻ കത്ത് തുറന്ന് നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കാം. കത്ത് പുറത്തു വന്നതായിട്ട് ഞാൻ ചാനലിൽ കൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും. അവരന്വേഷണം നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇനി KPCCക്ക് പരാതി ലഭിക്കാത്തതുകൊണ്ടാണോ എന്നുള്ളതാണ് ഞാൻ വിജയന്റേതായി പുറത്തു വന്നിട്ടുള്ള കത്തിൽ IC ബാലകൃഷ്ണന്റെ പേരുണ്ട്. ആ കത്ത് വിജയന്റേതല്ലാന്നാണോ വിചാരിക്കുന്നത്? അതോ ആ ഒരു പേര് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു കത്തിനെ കുറച്ച് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. 10 ദിവസം കഴിഞ്ഞ് കത്ത് വന്നോണ്ടാണോ ഇങ്ങനെ സംശയം തോന്നുന്ന കാരണം? അല്ല, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരുടെ പേര് വെളിപ്പെടുത്താനോ പറയാൻ ആഗ്രഹിക്കുന്നു അന്നും എന്നും വെളിപ്പെടുത്തിയില്ല. അതിനാണല്ലോ അന്വേഷണ സംഘം. അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ് ഞാൻ SP-ക്ക് കത്ത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ് പറയുന്നത്. ിലേക്ക് ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നു. നിരപരാധിത്വം തെളിയിക്കേണ്ടതുണ്ട്. ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? DCC ട്രഷററായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് ഇന്ന് പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്നാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. എന്നുവെച്ചാൽ MLA ആയ താൻ നിരപരാധിയാണെന്ന് നാട്ടുകാർക്ക് തീരെ ബോധ്യമില്ലെന്ന് സമ്മതിക്കേണ്ടി വന്നു. വിജയൻ്റെ മരണത്തിന് ഉത്തരവാദി IC ബാലകൃഷ്ണനും മുൻ MLA ND അപ്പച്ചനുമാണെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആ കത്ത് K. സുധാകരൻ്റെ പക്കലുണ്ട്. VD സതീശനെ പോയി കണ്ട് വിജയൻ്റെ മകൻ കത്തിൻ്റെ പകർപ്പ് കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയച്ചു കൊടുത്തിട്ടുമുണ്ട്. പാർട്ടി നേതാക്കൾ മൂലം വരുത്തിവെച്ച കടബാധ്യത തീർക്കാൻ ഇവരാരും സഹായിച്ചില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കത്ത് പോലീസിന് നൽകാനാണ് വിജയൻ മകനോട് പറഞ്ഞു വെച്ചത്. ആ കത്താണ് കൈരളി ന്യൂസിലൂടെ പുറം ലോകം കണ്ടത്. ആത്മഹത്യാ പ്രേരണയെന്ന കുറ്റം സ്പഷ്ടമായി ചുമത്താവുന്ന കേസിൽ MLA സ്ഥാനം രാജിവെച്ച് IC ബാലകൃഷ്ണൻ നിരപരാധിത്വം തെളിയിക്കണം. മരണക്കുറിപ്പ് കിട്ടിയിട്ടും എത്ര ക്രൂരമായാണ് കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ കോൺഗ്രസ്സുകാരുടെ വിജയേട്ടനോടും കുടുംബത്തോടും പെരുമാറിയത്. നീതി നിഷേധത്തിൻ്റെയും മനസാക്ഷിയില്ലായ്മയുടെയും തെളിവായിരുന്നു K. സുധാകരൻ്റെ ഇപ്പോൾ നമ്മൾ കേട്ട ആ വാക്കുകൾ. കത്ത് കിട്ടി, വായിക്കാൻ പറ്റിയില്ലത്രേ. ഒറ്റക്കുത്തിന് ധീരജിനെ കൊന്ന നിഖിൽ പൈലിയെയും ചേർത്ത് പിടിക്കുന്ന K. സുധാകരൻ NM വിജയൻ്റെ മരണക്കുറിപ്പിന് കീറക്കടലാസിൻ്റെ വില പോലും നൽകിയില്ല. വിജയനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ MLAയ്ക്കും മുൻ MLAയ്ക്കും മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിനും പങ്കുണ്ട്. ചതിക്കപ്പെട്ട വിജയനെയാണ് ആത്മഹത്യാക്കുറിപ്പ് വെളിപ്പെടുത്തുന്നത്. ഒപ്പം ജോലി വാഗ്ദാനം ചെയ്ത് വയനാട് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, അഡ്വക്കേറ്റ് വസന്ത് സുറിയൻ കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടതു നിരീക്ഷകൻ. സജീഷ്, എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നിരപരാധിത്വം തെളിയിക്കും, അതിന് MLA ആയ IC ബാലകൃഷ്ണൻ പറയുന്ന അദ്ദേഹവും കത്ത് കൊടുത്തിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ. അങ്ങനെ അന്വേഷണം നടത്തി നിരപരാധിത്വം തെളിയിക്കും എന്ന മട്ടിലാണ് ഇന്ന് കൈരളി ന്യൂസ് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം പറയാൻ തയ്യാറായി. അത്രയെങ്കിലും പറഞ്ഞു എന്നുള്ളതാണ്. അതിനു മുമ്പ് അങ്ങനെ പോലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തെളിയിക്കപ്പെടേണ്ടതായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് പോലും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ സ്പഷ്ടമായി അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, മുൻ MLAയുടെ പേരുണ്ട്. അപ്പോൾ പറയുന്നു നിരപരാധിത്വം തെളിയിക്കും, അന്വേഷണത്തിന് താനും കത്ത് കൊടുത്തിട്ടുണ്ട്, നടക്കട്ടെ എന്ന്. എന്ത് നിരപരാധിത്വമാണ് തെളിയിക്കാനുള്ളത് എന്നതൊരു പ്രശ്നമാണല്ലോ. ഇവർ ചെയ്ത അപരാധം എന്ത് എന്ന് ഒരു ആത്മഹത്യാ കുറിപ്പിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് വളരെ വ്യക്തമാണ്. 8 പേജുകളുള്ള 10 ദിവസം തനിക്ക് വല്ല നീതിയും കിട്ടുമോ എന്ന് കാത്തു നിൽക്കണമെന്ന് മനംനൊന്ത് ഒരു മനുഷ്യൻ എഴുതി വെച്ച കുറിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. KPCCയുടെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി അതിനുശേഷം അവരെന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ എന്ന് കാത്തു നിൽക്കണമെന്ന് മക്കൾക്ക് എഴുതി വെച്ചു പോയ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇവർക്ക് അതിൽ തെളിയിക്കാനുള്ളത്? എന്ത് നിരപരാധിത്വമാണ് ഇവർക്ക് തെളിയിക്കാനുള്ളത്? ഒന്നും അവർക്ക് തെളിയിക്കാനില്ല. 2 മനുഷ്യരുടെ ജീവനാണ് ഈ കോൺഗ്രസിൻ്റെ ആർത്തിമൂത്ത സമീപനം, പണത്തോടുള്ള ആർത്തിമൂത്ത സമീപനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർ മറ്റ് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഇവർക്കറിയാം അവർക്ക് ചില പരിലാളനകൾ ലഭിക്കുമെന്ന്. ആ പരിലാളനയാണ് പ്രശ്നം. ആ പരിലാളനയുടെ പുറത്ത് അവർ സ്നേഹത്തിൻ്റെ കടയാണ് കോൺഗ്രസ് എന്നെല്ലാമാണ് പറയുന്നത്. കോൺഗ്രസ് സ്നേഹത്തിൻ്റെ കടയല്ല, വഞ്ചനയുടെയും ചതിയുടെയും കൊള്ളയുടെയും അഴിമതിയുടെയും കള്ളത്തരത്തിൻ്റെയും എല്ലാം ഒരു ചോരി ചൗക്കാണ് കോൺഗ്രസ് എന്നത് നമുക്ക് വ്യക്തമാണ്.
അതിനെ മറച്ചുവെക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ അവർക്കൊരുപാട് പരിലാളനം നൽകിയിട്ടുണ്ട്. ആ പരിലാളനയിൽ നിന്ന് എന്തും ചെയ്യാം എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മാറി. അതിൻ്റെ ഇരയാണ് ഇവിടെ ആത്മഹത്യക്ക് വിധേയനാകേണ്ടി വന്ന കോൺഗ്രസിൻ്റെ DCCയുടെ ട്രഷറർ എൻ എം വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അംഗപരിമിതിയുള്ള മകനും ഉൾപ്പെടെ. യെസ്, സജീഷ് കേൾക്കാം. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, എന്നാൽ ഈ പൂർത്തിയാക്കി. പറഞ്ഞ കോൺഗ്രസ് ഓക്കെ താങ്കൾ പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ കോൺഗ്രസിൻ്റെ ഈ നെറികെട്ട സമീപനത്തിൻ്റെ ഇരയായിക്കൊണ്ടാണ് ഈ രണ്ട് മനുഷ്യരും മരണപ്പെട്ടിട്ടുള്ളത്, ആത്മഹത്യയിൽ അവർ അഭയം പ്രാപിച്ചിട്ടുള്ളത്. അപ്പോഴും അവർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, താൻ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് അല്പമെങ്കിലും നീതി ലഭിക്കുമെന്നുള്ള സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം 10 ദിവസം മരണത്തിന് ശേഷവും മാറ്റിവെച്ചു എന്നതെങ്കിലും ഈ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടേ. അതിലെല്ലാം കഴിഞ്ഞ് അവസാനമാണ് മക്കളിപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന്. 2 മനുഷ്യരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ഇത് ആത്മഹത്യയല്ല, ഇത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള കൊലപാതകമാണ്. ഏറ്റവും ഹീനമായ 2 അരും കൊലയാണ് ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയത്. അതിൻ്റെ ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം രാജിവെക്കുന്നില്ലേ? രാജിവെക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ ഈ കേരളത്തിൽ. അദ്ദേഹത്തെ ഇപ്പം കാണാനില്ലല്ലോ. KPCCയുടെ ഒരു പ്രസിഡന്റിനെ ഇപ്പം കാണാനില്ലല്ലോ. ആർക്കെതിരെയെങ്കിലും ആരെങ്കിലും ഏത് പോയ കോടാലി എന്ത് വിളിച്ചു പറഞ്ഞാലും ഉടനെ രാജിവെക്കണം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ എവിടെ പോയി? ഇവിടെ തെളിവ് സഹിതം ഒരു ആത്മഹത്യാക്കുറിപ്പ്, ഒരു വാക്കല്ല, വാചകമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഭാഷണ ശകലമല്ല, ഒരു മനുഷ്യൻ്റെ 8 പേജിലുള്ള ജീവിതത്തിലെ അവസാനത്തെ കുറിപ്പ് മുന്നിൽ വന്നിരിക്കുന്നു. ഇവർ രാജിവെക്കാൻ വേണ്ടി പറയണ്ടേ? MLAയോട് രാജിവെക്കാൻ വേണ്ടി പറയുന്നുണ്ടോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചല്ലോ കേരളത്തിൽ. ഇത് രാജിവെക്കണ്ടേ? രാജിവെക്കാൻ ഇവർ ആവശ്യപ്പെടണ്ടേ? പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടണ്ടേ? KPCCയുടെ പ്രസിഡന്റ് ആവശ്യപ്പെടണ്ടേ? UDFിലെ കക്ഷികൾ ആവശ്യപ്പെടണ്ടേ? ഇവിടെയുള്ള മാധ്യമ സമൂഹം അതിനുവേണ്ടി ചർച്ച നടത്തണ്ടേ? ഇവിടെയുള്ള ബുദ്ധിജീവി സമൂഹം അതിനുവേണ്ടി വർത്തമാനം പറയണ്ടേ? സാംസ്കാരിക ലോകത്ത് കവിതകൾ ഉണ്ടാകണ്ടേ? ആത്മഹത്യയെക്കുറിച്ചുള്ള കവിതകൾ ഉണ്ടാകണ്ടേ? അതൊന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ വരട്ടെ. യെസ്, വസന്ത്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇക്കാര്യം പരസ്യമാക്കി പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാവുന്നതിന് സാക്ഷിയാവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. എന്നാൽ ബാധ്യതകൾ തീർത്തോളാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ മാനസികാഘാതം മൂലം മനസ്സിനോ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ മരണത്തിന് ഉത്തരവാദികൾ അതിന് ഞാൻ മേൽ സൂചിപ്പിച്ചവർ തന്നെയായിരിക്കും. എൻ്റെ മക്കൾക്കും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടത്തിനും ഉത്തരവാദികൾ അവർ തന്നെയായിരിക്കും. എൻ്റെ മക്കളെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് NM വിജയൻ ഒപ്പിട്ട് DCC ട്രഷറർ എന്നാണ് അതിന് താഴെയും എഴുതിയിരിക്കുന്നത്. താങ്കളെ വേദനിപ്പിക്കുന്നുണ്ടോ ഈ ആത്മഹത്യാക്കുറിപ്പ്, വസന്ത് സിറിയക്? അല്ലെ, ശ്രീ ശരത്, സ്വാഭാവികമായും വിജയേട്ടന്റെ മരണവും അദ്ദേഹത്തിന്റെ മകന്റെ മരണവും ആത്മഹത്യയും ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈരളിയിൽ ഇത് 2ാമത്തെ ചർച്ചയാണ്. മറ്റു ചാനലുകളിലും ഒക്കെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വസന്ത്, അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിലെ ഒരു പ്രസക്ത ഭാഗമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആത്മഹത്യാക്കുറിപ്പ് താങ്കളുടെ വേദന ഇരട്ടിപ്പിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് പറയുന്ന പല വിഷയങ്ങളും IC ബാലകൃഷ്ണനിലേക്ക് നിങ്ങൾ ചൂണ്ടുപലക വെക്കുന്നതാണ്. പക്ഷേ ഒന്നുപോലും അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്നലെ ഒരു നിമിഷം, അങ്ങനെ പറഞ്ഞ പോലെ നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ മധു സെബാസ്റ്റ്യനെ സഹായിക്കുന്നതിന് അന്ന് DCC പ്രസിഡന്റും MLAയുമായിരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന ഇടപാടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കൊടുക്കാനുള്ളത് 5 ലക്ഷം രൂപ, അപ്പച്ചൻ്റെത് വേറെയുണ്ട്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മാനസികാഘാതം മൂലം മരിച്ചാൽ ആ മരണത്തിന് ഉത്തരവാദി ഞാൻ മേൽ സൂചിപ്പിച്ചവർ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ മേൽ സൂചിപ്പിച്ച പേരുള്ളത് 2 പേര്, ഇവർ 2 പേര് വേണം. പിന്നെ പേരുള്ളത് ശ്രീ K. സുധാകരൻ്റേതാണ്. പക്ഷേ അദ്ദേഹത്തിനാണ് ഈ കത്ത് കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ പേര് വെച്ചിരിക്കുന്നത് IC ബാലകൃഷ്ണനും അതുപോലെ അപ്പച്ചനുമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. നോക്കൂ, അതുകൊണ്ടാണ് ഇന്നലെ പാതിരാത്രി
വീട് വളഞ്ഞിട്ട് അൻവറിനെ അറസ്റ്റ് ചെയ്തിട്ടും നിലവിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോലീസിന്റെ പക്ഷത്തുള്ളത് 2 കേസുകളാണ്. ഒന്ന്, പോലീസ് എടുത്ത അസ്വാഭാവിക മരണത്തിന്റെ കേസ്, അതിൽ അന്വേഷണം നടക്കുകയാണ്. 2, IC ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് SP ക്ക് നൽകിയ പരാതി. ഇതിലെ കൃത്യമായ വിവരങ്ങൾ വെളിയിൽ അല്ല വസന്ത് ആദ്യം പറഞ്ഞു അവരെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു, അവരെ കണക്ട് ചെയ്യാൻ IC ബാലകൃഷ്ണനെ കണക്ട് ചെയ്യാൻ ഒന്നുമില്ല ഈ കുറിപ്പിൽ എന്ന് വസന്ത് പറഞ്ഞു. വസന്ത് പറഞ്ഞപ്പോൾ ഞാൻ ഈ കുറിപ്പിൽ പറയുന്ന IC ബാലകൃഷ്ണനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സംഗതി രൂക്ഷമാണോ, ഗൗരവമുള്ളതാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് IC ബാലകൃഷ്ണനെ പ്രതി ചേർത്ത് ഒരു FIR സ്റ്റേറ്റ്മെന്റ് ഇടാൻ പറ്റാത്തത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അത് നമുക്ക് അത് വഴിയേ നോക്കാമല്ലോ, അത് വഴിയേ നോക്കാമല്ലോ. വസന്ത് നോക്കൂ, ആദ്യം വിജയനോട് തരാതരം പോലെ വിജയേട്ടൻ എന്ന് താങ്കളും വിളിക്കുന്ന വിജയനോട് ആദ്യം നീതി കാട്ടേണ്ടത് വിജയന്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനോട് വസന്ത് അദ്ദേഹം കൊടുത്ത കുറിപ്പ് അതിൻ്റെ ഒടുവിൽ വീണ്ടും എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? സർ, ഒപ്പിട്ടതിന് ശേഷം ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് KPCC പ്രസിഡന്റിനോട് പറയുകയാണ്. അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇടവരുത്തരുതേ സാർ എന്നാണ് വിജയേട്ടൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് ചെയ്തത് എന്താണെന്ന് പറഞ്ഞ ശേഷം നമുക്ക് പോലീസിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ പുറകെ പോകാം. വസന്ത്, സർക്കാരിന്റെ പുറകെ തന്നെയാണ് പോകേണ്ടത്. ആദ്യം നിങ്ങളുടെ കാര്യം. ഇനി പാർട്ടി അദ്ദേഹത്തോട് നീതി ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, സർക്കാർ കൈയും കെട്ടി നിൽക്കുമോ? നിങ്ങളുടെ സർക്കാർ കൈയും കെട്ടി നിൽക്കും. ഇത് രണ്ട് വിഷയമാണെന്നേ. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ കുറിച്ച് പറയാതെ പോലീസ് എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നോക്കാപ്പോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം. നിങ്ങൾ അക്കാര്യത്തിൽ നിങ്ങൾ പോലീസിനെ ചാരാൻ നോക്കണ്ട. നിങ്ങളുടെ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും നേരെ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ പറയുന്ന ഗുരുതരമായിട്ടുള്ള പങ്കാളിത്തം, അതേക്കുറിച്ച് സംസാരിക്കൂ വസന്ത്. ശ്രീ ശരത്, അങ്ങ് എന്നെ ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ ഈ ചർച്ചയെ ഈ വിഷയത്തിൽ നിന്ന് വഴിമാറുന്നത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ ഡിസിഷൻ ശ്രീ IC ബാലകൃഷ്ണൻ തന്നെ അത് എടുത്തു കഴിഞ്ഞു. SP ക്ക് പരാതി നൽകിയില്ലേ ഈ മരണവുമായി അന്വേഷണം നടത്തണം. വസന്ത്, അതിനു മുമ്പ് ഒരു തീരുമാനം എന്നെ വിജയൻ എടുത്തു. എന്താണെന്നറിയോ? ജീവിതം അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് പാർട്ടി കോടതി ഉണ്ടോ? ഞങ്ങൾക്ക് പാർട്ടി പോലീസ് ഉണ്ടോ? ഞങ്ങൾക്ക് പാർട്ടി പോലീസ് പാർട്ടി കോടതി. നിങ്ങളതൊന്നും ആവണ്ടെന്നേ. നിങ്ങൾ തന്ന പരാതി പോലും കെ സുധാകരൻ പറഞ്ഞ എന്താണ്? ഏതോ ഒരു പരാതി കടലാസ് കിട്ടിയിട്ടുണ്ട്, വായിക്കാൻ പറ്റില്ല. എന്തൊരു സമീപനമാണ്. അദ്ദേഹത്തിന് കീഴിലെ ഒരു ജില്ലയിലെ ട്രഷററാണ് അദ്ദേഹം, വിജയൻ. അല്ലെന്നേ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു MLA നേരിട്ട് പരാതി നൽകി പോലീസിൽ. പരാതി. ആ MLA ആരോപണ വിധേയനാണ്. പ്രതിസ്ഥാനത്തിലേക്ക് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം സ്പഷ്ടമായി ചുമത്താവുന്ന നിലയിൽ നിൽക്കുന്ന ആ MLA ചാരി നിൽക്കുകയാണ് വസന്ത്. നിങ്ങളുടെ തന്നെ മറ്റൊരു നേതാവ് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ? അതേ MLA പരാതി നൽകിയാണ്. നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തേ, ഞങ്ങൾ നീതി കൊടുക്കുന്നില്ല. നിങ്ങളുടെ പാർട്ടി എന്ത് ചോദിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാം. അപ്പൊ IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യട്ടെന്നാണോ? എന്താണ് വസന്ത്? നിങ്ങളുടെ പാർട്ടിയിലേക്ക് മരണപ്പെട്ടയാള് ആത്മഹത്യാ കുറിപ്പ് തന്നിട്ടും നിങ്ങളുടെ പാർട്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നത് എന്തൊരു മറുപടിയാണ്? അത് പറയാം, അങ്ങ് വെയിറ്റ് ചെയ്യൂ. ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പാർട്ടി കൃത്യമായി അതിനകത്ത് പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി പോലീസ് ഈ കത്ത് കൈമാറിയോ? പാർട്ടി അതിനകത്ത് ഈ കുറിപ്പ് കൈമാറിയോ കെ സുധാകരൻ? ഈ കുറിപ്പ് കൈമാറിയോ? എന്റെ ചോദ്യം വസന്തിനോടാണ്, സജേഷിനോടല്ല. എന്റെ ചോദ്യം, ഈ മരണക്കുറിപ്പ്, ആത്മഹത്യാ കുറിപ്പ് കിട്ടിയത് ഉത്തരവാദിത്വമുള്ള ആളാ എന്ന നിലയിൽ KPCC പ്രസിഡന്റോ കോൺഗ്രസ് പാർട്ടിയോ പോലീസിന് കൈമാറിയോ? കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണല്ലോ അസ്വാഭാവിക മരണത്തിന്, ദുരൂഹ മരണത്തിന്. ഈ കത്ത് കൈമാറിയോ കോൺഗ്രസ്? ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൃത്യമാവില്ല വസന്ത്. ഇത് നമ്മൾ ആവർത്തിച്ച് കൃത്യമായി പറയുന്നു പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടണ്ടേ? ഞാൻ ചോദിക്കുന്നത് വിജയന്റെ ഈ കത്ത് കോൺഗ്രസ് പാർട്ടി പോലീസിന് കൈമാറിയോ? ഇങ്ങനെയാണെങ്കിൽ ഈ ചർച്ച കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാനൊരു വാക്ക് പറയുന്നതിന് മുമ്പ് അങ്ങ് ഇടപെടുകയാണ്. മുമ്പോട്ട് പോകാൻ പറ്റും. അല്ല, ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് അതിൽ പരാമർശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ മകനെ താൽക്കാലികമായി പാർട്ടി അവിടെ നിർത്തുകയും ജോലിയിൽ എടുക്കുകയും ആ താൽക്കാലിക നിയമനം മാറ്റി സ്ഥിര നിയമനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പരീക്ഷയുണ്ട്. ആ പരീക്ഷ എഴുതാൻ അദ്ദേഹത്തിന്റെ മകന് സാധിക്കുമായിരുന്നില്ല, ഡിസേബിൾഡ് ആയിരുന്നു.
അങ്ങനെയുള്ള ഒരാൾ ജോലി കൊടുത്തില്ല എന്ന് പറയുന്ന സമയത്ത് അതും നീചമാണല്ലോ. ആ സമയത്ത് ആ പാർട്ടി ബാങ്കിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആ ബാങ്കിന്റെ പ്രസിഡന്റും ആ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും അത് നിങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് ആ വരികൾ കോട്ട് ചെയ്യുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ ഐ സി ബാലകൃഷ്ണനെ പരാമർശിക്കുന്ന ഐ സി ബാലകൃഷ്ണന് വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കിട്ടാനുള്ള തുക 5 ലക്ഷം രൂപ, അപ്പച്ചൻ്റെത് വേറെ, അങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ടെന്നേ, നിങ്ങളത് അഡ്മിറ്റ് ചെയ്യണം. ഇവിടെ ഐ സി ബാലകൃഷ്ണന് പണം കൊടുത്തു എന്നുണ്ടോ? ഉണ്ട്, ഉണ്ടെന്നേ. മധുവിന് 2 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. അതായത് MLA-യുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തുമ്പോൾ അദ്ദേഹം ഇടപെട്ട പണം തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഐ സി ബാലകൃഷ്ണൻ പണം മേടിച്ചു. ഇപ്പം ഇതിന് മുമ്പ് ഒരു കത്തുണ്ടായിരുന്നല്ലോ, നോക്കൂ, ആ സെന്റൻസ് ഇങ്ങനെയാണ്: ശ്രീ മധു സെബാസ്റ്റ്യനെ സഹായിക്കുന്നതിന് അന്ന് DCC പ്രസിഡന്റും MLA-യുമായിരുന്ന ശ്രീ ഐ സി ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ ഇടപാടിന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ഇതിൽ ഇടപാട് പരാമർശിക്കുന്നു. ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആര്? NM വിജയൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം പണം വാങ്ങിച്ച് മറ്റാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് അതിൻ്റെ കൃത്യമായ റൂട്ട് പറയുന്നുണ്ട്. DCC പ്രസിഡന്റും MLA-യുമായിരുന്ന ശ്രീ ഐ സി ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന ഇടപാടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇതിലുണ്ടെന്നേ. ഇത് വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും. സജീഷ് എന്തു പറയുന്നു? ഈ പോയിന്റ് വരെ ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള വസന്ത് കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും ഐ സി ബാലകൃഷ്ണനെയും ഒരു തരത്തിലും സംശയിക്കാൻ ഇടയില്ലാത്ത നിലയിൽ അവതരിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ഈ വാദങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് മുൻപിലുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ ഈ മരണവുമായി ബന്ധപ്പെട്ട്? ഐ സി ബാലകൃഷ്ണനെ വ്യക്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഓരോ ഭാഗവും ഉള്ളത്. അതിനകത്ത് ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് PTS പോസ്റ്റിൽ 1ാം റാങ്കിൽ എൻ്റെ മകനെ എടുത്തു എന്ന് ഞാൻ കരുതിയിരുന്നു, എനിക്ക് വാക്ക് നൽകിയിരുന്നു, എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അന്നത്തെ DCC പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നതിന് ഞാൻ പോലും അറിയാതെ, അന്ന് DCC ട്രഷറർ എന്ന അദ്ദേഹം കത്തിൽ ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്, കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മകനെ നിയമിക്കാതെ ICയുടെ താല്പര്യത്തിനനുസരിച്ച് എൻ്റെ മകനെ ബത്തേരി അർബൻ ബാങ്കിൻ്റെ ചരിത്രത്തിലാദ്യമായി 7 വർഷം ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തയാളെ പിരിച്ചുവിടുന്നത്, അത് 40 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് ഈ ആഘാതം താങ്ങാൻ പറ്റാത്തതായിരുന്നു. മകന് പകരമായി നിയമിച്ച ആളിൽ നിന്ന് ബാങ്കിൻ്റെ ചരിത്രത്തിലാദ്യമായി PTSന് വേണ്ടി കൈക്കൂലി വാങ്ങി എന്നാണ് അറിഞ്ഞത് സർ. ഇത് സുധാകരനുള്ള കത്താണ്, ആത്മഹത്യാക്കുറിപ്പാണ്. ആ കുറിപ്പിലാണ് പറഞ്ഞത് ഐ സി ബാലകൃഷ്ണൻ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം മകനെ പിരിച്ചുവിടാൻ പോലും മറ്റൊരാളെ താല്പര്യത്തിനനുസരിച്ച് നിയമിച്ച് അതിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഭാഗങ്ങൾ. ഈ കാര്യം വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ സി ബാലകൃഷ്ണൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലും പോലീസിന്. അത് നമ്മുടെ നാട്ടിൻ പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ പത്തായത്തിലില്ല എന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗമാണ് താൻ പെടുകയാണ് എന്ന് മനസ്സിലായപ്പോൾ പരാതി കൊടുത്തിട്ട് ഒരു കൊലപാതകം നടത്തി വന്നിട്ട് ഞാൻ എൻ്റെ കൊലപാതക കുറ്റത്തിന് പ്രതി ചേർത്തേക്കാം, അതുകൊണ്ട് ഇന്നയാളിൽ പേര് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊണ്ടെടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നോ? ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് ഒരുപാട് കണ്ടതാണ്. അത് ഈ കാര്യത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു മനുഷ്യൻ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത് കൂടെ അംഗപരിമിതനായ മകനും കൂടി ആത്മഹത്യ ചെയ്ത ഗുരുതരമായ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയുടെ പരിണത കാര്യങ്ങളാണിതൊക്കെ. അതിൽ നിന്ന് അങ്ങനെ കൈകഴുകി പോകാമെന്ന് കരുതരുത്. നിങ്ങൾ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറത്തുള്ള ഒരു ജില്ലാ സെക്രട്ടറി അവിടെ ഒരു സ്ത്രീയെ കുഴിച്ചു മൂടിയിട്ട് ഈ കോഴിക്കൂടിൻ്റെ അടിയിൽ കുഴിച്ചു മൂടിയിട്ട് പിറ്റേ ദിവസം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുതൽ സകല ആളുകളെയും വെച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുന്ന അന്നായിരുന്നു ആ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതുപോലെയുള്ള ഗിമ്മിക്കൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, പോസ്റ്റർ അടിക്കാൻ വേണ്ടി പറ്റും, പരാതി കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ എന്തിനാണ് പരാതി കൊടുക്കുന്നത്? നിങ്ങളുടെ പരാതി എന്താണ്? നിങ്ങൾ ഈ ആത്മഹത്യക്കുറിപ്പ് ഫേക്കാണ് എന്ന് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ലല്ലോ, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. ഇത് ജീവിച്ചിരിക്കുന്ന തെളിവാണ്, സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതി വെച്ച കാര്യമാണ്. നിങ്ങളിപ്പോൾ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഇവിടെ KPCC പ്രസിഡന്റിന് കൊടുത്ത ഈ കത്ത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്തിൽ പറയുന്ന വാചകമുണ്ടല്ലോ, ആ വാചകം പ്രധാനപ്പെട്ടത് മേൽ സൂചിപ്പിച്ചവരാണ് ഉത്തരവാദികളെന്നാണ്. മേൽ സൂചിപ്പിച്ചവരാരാണ്? മേൽ സൂചിപ്പിച്ച പേര് ഒന്ന് ഐ സി ബാലകൃഷ്ണൻ MLA ആണ്, രണ്ടാമത്തത് ND അപ്പച്ചനാണ്,
മൂന്നാമത് ഇത് കൊടുത്തിട്ടുള്ള ഇതിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കെ സുധാകരനാണ്. ഈ 3 പേരുകളാണ് മേൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറയണം, ഈ 3 പേരിൽ ആരെയാണ് പ്രതി ചേർക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞല്ലോ പോലീസിനെ കുറ്റപ്പെടുത്താനാണെങ്കിൽ നാളെ ഈ 3 പേരിൽ ആരെയാണോ നിങ്ങൾ തള്ളുന്നത് അവരെ മാറ്റിവെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഈ ആത്മഹത്യാ കുറിപ്പ് പ്രകാരം കേസെടുക്കണം, ഞങ്ങളുടെ DCC ട്രഷറർക്കും മകനും നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തു കോൺഗ്രസ്. അതല്ലേ വേണ്ടത്? ഈ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നാവശ്യപ്പെടുകയല്ലേ വേണ്ടത്? അതിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അതിന് നിങ്ങൾക്ക് ഈ പരിഗണന പരിരാവണം എത്ര മാധ്യമങ്ങൾ നൽകിയാലും സമൂഹം നൽകുമെന്ന് പ്രതീക്ഷിക്കരുത്. അതെ, എത്ര ഈ ആത്മഹത്യാ കുറിപ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ആർക്കെതിരെ ചുമത്തണം, എന്ത് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും? അത്രയേറെ സ്പഷ്ടമായ ഭാഗങ്ങളാണ് ഈ ആത്മഹത്യാ കുറിപ്പിലുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് സജീഷിന്റെ വക വസന്തിലേക്ക് മറുപടി. അല്ല, ഈ ചർച്ചയിൽ എൻ്റെ പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് ലാൽകുമാർ ഉണ്ടല്ലോ, ഇപ്പൊ ഞാനും ഒരു അഭിഭാഷകനാണ്, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എടുത്തു നോക്കൂ. ഈ കേസിൽ നിങ്ങളുടെ പോലീസിന് തരിമ്പിന്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കും. പക്ഷെ അതിന് സാധിക്കില്ല. കാരണം ഒന്നാമതായി നിങ്ങൾ കൊണ്ടുവന്ന ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് വാലിഡേ അല്ലാതെ നിലനിൽക്കില്ല എന്ന് വന്നു. ഇപ്പൊ രണ്ടാമതൊരു കത്തുമായി നിങ്ങൾ വരുന്നു. ആ കത്തുമായി വരുമ്പോ ഇപ്പൊ വലിയ കാര്യത്തിൽ പറയുന്നത് ഇത് ആത്മഹത്യാക്കുറിപ്പായിട്ട് കോൺഗ്രസ് പാർട്ടി കാണുന്നില്ലെന്നാണോ? ഒരു നിലപാട് പറയണ്ടേ? കത്തുമായി നിങ്ങൾ വരുന്നു എന്നല്ല, കത്തുമായി നിങ്ങൾ വരുന്നു എന്നല്ല. ശരത്ത്, ഒരു തിരുത്തലുണ്ട്. ഈ മരണപ്പെട്ട ആത്മഹത്യപ്പെട്ട അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പാണ് ആത്മഹത്യാക്കുറിപ്പുമായി വന്നത്. ഞങ്ങളല്ല വന്നത്, അദ്ദേഹത്തിന്റെ മകളാണ്. അദ്ദേഹമാണ് 10 ദിവസം കാത്തു നിൽക്കാനും ഈ നെറുകെട്ട കോൺഗ്രസിൽ നിന്ന് വല്ല നീതിയും ലഭിക്കുമോ എന്ന് നോക്കി നിൽക്കാനും തീരുമാനിച്ച അദ്ദേഹമാണ്. ഞങ്ങളാണോ കത്ത് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ കുടുംബമാണ് കാത്തുനിന്നിട്ടാണ് കൊണ്ടുവന്നത്. ചോദ്യം ഇങ്ങോട്ടല്ല, അവരോട് ചോദിക്കേ. ആവശ്യത്തിലധികം അവതാരകൻ ഇടപെടുന്നുണ്ട്. ഇനി ഇടതു പ്രതിനിധി കൂടെ ഇടപെട്ടാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇതൊരു ആത്മഹത്യാക്കുറിപ്പല്ലേ? ആത്മഹത്യാക്കുറിപ്പല്ലേ? അങ്ങനെ അതിനെ പോലും താങ്കൾ ഡിസ്പ്യൂട്ട് ചെയ്യല്ലേ വസന്ത്? നിങ്ങളുടെ പോലീസിന് FIR ഇട്ട് അന്വേഷിക്കുക. കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുമ്പോൾ പോലീസിനോട് ചോദിക്കുന്നു പറയുന്നതാണോ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ്? ഇത് ആത്മഹത്യാക്കുറിപ്പാണോ? അത് കേൾക്കാൻ അങ്ങ് തയ്യാറാവണം, അല്ലെങ്കിൽ പറയാൻ സമ്മതിക്കണം. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ മകൻ ഈ കത്തിൽ വളരെ സീരിയസ് ആയി ഇഷ്യൂ റേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് സീരിയസ് ആയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മകൻ അവിടെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. അങ്ങനെ താൽക്കാലിക ജീവനക്കാരനെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞു, പറഞ്ഞത് ആവർത്തിച്ചതുകൊണ്ട് വേറൊന്നും ആവില്ല. അപ്പോഴും ഞാനും ആവർത്തിക്കുന്നു, ആ ആത്മഹത്യാക്കുറിപ്പിൽ താങ്കൾ ഉദാഹരിക്കുന്ന ആധാരമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണന്റെ പേരുണ്ട്. അപ്പോഴോ പറയട്ടെ, പറയുന്നില്ലെന്നേ വസന്ത്, ഇത് പറയാതെ വേറെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. എഴുത്തു പരീക്ഷ അദ്ദേഹത്തിന്റെ മകൻ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ ആ എഴുത്തു പരീക്ഷ നേരിടാൻ അദ്ദേഹത്തിന്റെ മകന് സാധിക്കില്ല. അത് ഡിസേബിൾഡ് ആണ്, ഡിഫറന്റ്ലി ഏബിൾഡ് ആണ്. അങ്ങനെയുള്ളതുകൊണ്ട് എഴുത്തു പരീക്ഷ അപ്പോൾ സ്ഥിര നിയമനം ഉണ്ടാവാത്ത സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കാൻ ടെക്നിക്കലി പാർട്ടിക്ക് പറ്റിയില്ല. ഒന്നാമത്തെ മകന് ജോലി കൊടുത്തത് ആരാണ്? അതൊക്കെ വേറെ കാര്യം. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതി വെച്ച കുറിപ്പിൽ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന IC ബാലകൃഷ്ണനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിനെന്ത് മറുപടി കോൺഗ്രസ് പ്രതിനിധി വസന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാനാണ് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് താല്പര്യം. തന്നെയാണ് ശ്രീ ശരത്ചന്ദ്രൻ. കുറിച്ച് അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കാൻ സാധിക്കാതെ പാർട്ടി ഇതേക്കുറിച്ച് പറയൂ സാറേ. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA-യുടെ ആത്മഹത്യാ പ്രേരണയിലെ പങ്കാളിത്തം എന്ന പ്രശ്നത്തെ ബലപ്പെടുത്തുന്ന പ്രശ്നത്തെ, ഈ ആത്മഹത്യാക്കുറിപ്പിനെ നിങ്ങൾ എങ്ങനെ വിവരിക്കും? എങ്ങനെയാണ് സമീപിക്കുന്നത്? ചോദ്യത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണൻ എന്ന് തന്നെയാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ അതിനു മുമ്പ് വെച്ച KPCC അന്വേഷണ കമ്മീഷനിൽ ഒരിടത്ത് പോലും ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. DCSCയുടെ മിനിറ്റ്സ് ബുക്കിൽ ഒരിടത്ത് പോലും. അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ചർച്ചയിലും താങ്കൾ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് പൊസിഷനിൽ നിന്ന് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ലാല്, അതായത് ഏറ്റവും പുതിയതായി വന്നത് ആത്മഹത്യാക്കുറിപ്പാണ്. ഇപ്പോൾ വസന്ത് പറയുന്നതിൽ നിന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിനെ കോൺഗ്രസ് തള്ളിക്കളയുകയാണ്.
എന്നാൽ അതിൽ തന്നെ ചില വാചകങ്ങൾ എടുത്തു വെച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി വാദിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുമുണ്ട്. എന്നാൽ ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ സ്പഷ്ടമായി IC ബാലകൃഷ്ണൻ്റെ പേര് പറയുന്നു, ND അപ്പച്ചൻ്റെ പേര് പറയുന്നു. K സുധാകരൻ എന്ന KPCC പ്രസിഡന്റിന് ഈ കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തിട്ടും 10 ദിവസം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഈ മരണത്തെ സംബന്ധിച്ച് അന്വേഷണം പോലീസ് നടക്കുമ്പോൾ K സുധാകരൻ്റെ പക്കൽ ഈ മരണത്തിൻ്റെ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശാവുന്ന സുപ്രധാനമായ കത്തുണ്ട്. അദ്ദേഹമാണോ ബാക്കി പിന്നീട് VD സതീശൻ മറ്റുള്ളവരൊക്കെ ഉണ്ട്. എന്നിട്ട് എന്ത് ഉത്തരവാദിത്വം, എന്ത് ബാധ്യത K സുധാകരൻ നിറവേറ്റി? ഈ രണ്ടാളുകളുടെ പേരിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ടതായ സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ? ലാൽകുമാർ, നമ്മള് കഴിഞ്ഞ ദിവസം ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ചർച്ച ഇതേ രൂപത്തിലല്ലാതെ മറ്റൊരു ഭാവത്തിൽ നമ്മൾ നടത്തിയതാണ്. അന്ന് ഈ ആത്മഹത്യക്കുറിപ്പ് നമ്മുടെ മുന്നിലില്ല. അപ്പൊ നോക്കൂ, കോൺഗ്രസിന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിജയേട്ടന്റെ ഭാഗത്ത് ഈ ട്രഷറർ എന്ന് പറയുന്ന ആളുടെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളുടെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പരാതിയായിട്ട് ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ശരത്തേട്ടനും വസന്തും തമ്മിൽ തർക്കിച്ച ഏറ്റവും വലിയ കാര്യം, നോക്കൂ പരാതി ഉണ്ടെന്ന് താങ്കൾ ഒരു 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചു. അന്ന് പരാതി ഇല്ല, അങ്ങോട്ട് പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ വാദം വന്നിരുന്നത്. വസന്തിന്റെ എന്നതല്ല, കോൺഗ്രസിന്റെ പൊതുവെയുള്ള വാദം അതായിരുന്നു. നോക്കൂ, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെച്ച സാധനം കീശയിലിട്ടിട്ടാണ് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വസന്ത് നിസ്സഹായനാണ്. കാര്യം എന്താ ചെയ്യാൻ, കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് പൊട്ടിച്ചു നോക്കിയിട്ടില്ലെങ്കിലേ പിന്നെ വേറെന്തോ പറയുന്നത് അല്ലേ? KPCC പ്രസിഡന്റ് ഇത് പൊട്ടിച്ചു നോക്കിയിട്ടില്ലെന്നാ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് എന്താ പണി? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രസ്താവനകൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വന്നു, VD സതീശന്റെ ഭാഗത്തു നിന്ന് വന്നു. ഇവരെല്ലാം IC ബാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തു. അന്ന് ഞാൻ എടുത്ത കണ്ടൻഷൻ എന്താണ്? തലയെണ്ണമാണ്, MLA എന്ന തലയെണ്ണം മാത്രമാണ് ഇവർക്ക് പ്രശ്നം, ഇതിനകത്ത് നീതി ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, വസന്ത് പറയുന്ന ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടിലാണെങ്കിൽ കറക്റ്റ് ആണ്, ക്രിമിനൽ കേസിലാണെങ്കിൽ അതൊക്കെ പോയി. പിന്നെ ഇവിടുത്തെ വന്ന പ്രധാനമായ ചോദ്യം എന്താണ്? ചർച്ചയായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ ജനം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് ഇങ്ങനൊരു ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ നിങ്ങളോടുള്ള ലെറ്റർ കിട്ടിയത് പോലീസിന്റെ അല്ല, ലെറ്റർ കിട്ടിയിരിക്കുന്നത് സുധാകരനാണ് കിട്ടിയിരിക്കുന്നത്. ആ ലെറ്റർ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് KPCC അധ്യക്ഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കേരളത്തിലെ തലവൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ, അതിന്റെ ലോക്കസിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ ചോദ്യം. ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർക്ക് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഒരു ജില്ലാ സെക്രട്ടറി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും പുകില്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ വേണം ഇത് ആലോചിക്കാൻ. ഇത് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങൾ ഇപ്പൊ പോലീസ് FIR ഇട്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതിലേക്ക് ഞാൻ വരാം. നോക്കൂ, ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു DCC ട്രഷറർ ആകാൻ എന്ത് പാടാന്ന് ആലോചിച്ച് നോക്കണം. ഈ നാട്ടിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ തൊഴുത്തിക്കൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ DCC ട്രഷറർ ആകുന്ന പോലും വലിയ പാടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ DCC ട്രഷറായ ഒരു മനുഷ്യനെ അയാൾ ഒരു കംപ്ലൈന്റ് ഉന്നയിച്ചത്, ആ കംപ്ലൈന്റ് തന്നെയാണ് IC ബാലകൃഷ്ണനെതിരെയുള്ള അപ്പച്ചനെതിരെയുള്ള കംപ്ലൈന്റ് ആണ്. ആ കംപ്ലൈന്റ് പരിഗണിച്ചിട്ടില്ല. ഇതാണ് സംഭവിച്ച ഒരു സത്യം. എന്നിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയാവുന്ന ആൾക്കാർ തന്നെ SP പരാതി കൊടുത്തിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മലയാള ഭാഷയിൽ വേറെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു ചർച്ചയിലിരുന്ന് പറയാൻ പറ്റില്ല. ഇതാണ് സത്യം. ഒരു ചർച്ചയിലിരുന്ന് ഈ നടത്തിയിരിക്കുന്ന എപ്പിസോഡുകൾക്ക് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാൻ മലയാള ഭാഷയിൽ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്കെതിരെയുള്ള പരാതി അന്വേഷിച്ചോളൂ, അല്ലെ ഞാൻ DGPയുടെ മുന്നിൽ പോയി എന്നെ വിലങ്ങ് വെച്ചോളൂ എന്നൊക്കെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നിങ്ങൾ രാഷ്ട്രീയ മര്യാദയെ കുറിച്ച് ആദ്യം പറ. FIR പോലീസ് ഇട്ടോളും. ദിസ് ഇസ് എ ഡൈയിങ് ഡിക്ലറേഷൻ. ഇത് ഡൈയിങ് ഡിക്ലറേഷൻ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ആരേലും ഇപ്പം പിണറായി വിജയന്റെ പോലീസ് FIR ഇടുന്നില്ലെന്നിരിക്കട്ടെ, ഒരാള് ഹൈക്കോടതിയെ സമീപിച്ചാൽ മതി, അപ്പ ഇടും FIR. അത് അങ്ങനെയാണ് കാര്യം. അതിനകത്ത് പ്രശ്നങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. NM വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിന്റെ അസൽ പകർപ്പ് തപ്പി അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരുന്നത് K സുധാകരന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, അതവിടെ കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അതെ, ഇതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര അദ്ദേഹത്തിന് മൊഴി എടുക്കണ്ടേ? ഇത് അദ്ദേഹത്തിന്റെ ഡൈയിങ് ഡിക്ലറേഷൻ ആണ്. ആ ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇയാളിലേക്ക് എത്തുന്നു, സുധാകരനിലേക്ക് എത്തുന്നു. സുധാകരൻ വായിച്ചിട്ടുണ്ടോ?
എന്ത് നടപടിയെടുത്തു? ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ ഒരു ചെയിൻ ഇതിനകത്ത് വരാൻ പോവാണ്. അഴിമതിയുടെ ഒരു ചെയിൻ വരാൻ പോവാണ്. ഒരു MLA ആണ്. അപ്പൊ ഈ പറയുന്ന മഹാമോശ പ്രവർത്തനം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തല ആദ്യം സർട്ടിഫിക്കറ്റ് കൊടുത്തു. കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒന്നുമില്ല. കീശയിൽ ഇരിക്കുകയാണെന്നേ, ആത്മഹത്യാക്കുറിപ്പ് കീശയിൽ ഇരിക്കുകയാണ്. എന്നിട്ടാണ് എല്ലാം അന്വേഷിച്ചിട്ട് ഇയാൾ വന്ന് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇത് പോട്ടെ, ഇത് ഇവരുടെ വീട്ടുകാർ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഇവർ പറഞ്ഞേനെ. ഈ പറയുന്ന ലെറ്റർ പുറത്തു വിട്ടത് വീട്ടുകാരാണല്ലോ. അല്ല, ഇപ്പോ ആ വീട്ടുകാർ തന്നെ ലാൽകുമാർ, അത് ഞാൻ മെൻഷൻ ചെയ്ത് പോകാതിരിക്കാൻ കഴിയില്ല. നേരത്തെ വസന്ത് അങ്ങനെയാണ്, നിങ്ങൾ കൊണ്ടുവന്ന എന്നാൽ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ തരത്തിൽ രൂപപ്പെടുത്തിയത് എന്ന ധ്വനിയോടുകൂടി പറഞ്ഞു. അപ്പോൾ സജീഷ് അത് കയറി പിടിച്ചു. നിങ്ങളും ഞങ്ങളും ഒന്നും ആരും കൊണ്ടുവന്നതല്ല, ആ കുടുംബം തന്നെയാണ് ഇത് വെളിപ്പെടുത്തി സംസാരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനും മകളും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 50 വർഷക്കാലം നിന്ന പാർട്ടി, അതിലെ നേതാക്കൾ എങ്ങനെയാണ് അവരുടെ അച്ഛനെ ചതിച്ചത്, ഏതൊക്കെ തരത്തിലാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. കറക്റ്റല്ലേ? അത് അവര് നിസ്സഹായരല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മം മൊത്തം ഒരു പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് ആ പാർട്ടി MLA-യുടെ പുറകെ നിൽക്കുകയും യഥാർത്ഥത്തിൽ ആ പാർട്ടി എന്തിനാ കാശ് വാങ്ങിച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിന് എന്തിനാ കാശ്? പക്ക അഴിമതിയല്ലേ ഇത്? അതിനെക്കുറിച്ച് ഈ സംസ്ഥാനത്ത് ആരും സംസാരിക്കുന്നുണ്ട്? ഇന്നിപ്പം ഈ പറയുന്ന ഈ കുറിപ്പ് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് വെളിയിൽ വന്നുകൊണ്ടല്ലേ ഇത്? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇല്ല, ഒന്നുമില്ല. എല്ലാവരും കോൺഗ്രസിന്റെ പുറകെയാ. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, കേരളത്തിൽ ഒരു ആത്മഹത്യ ഇതുപോലെ നടന്നു. ഒരു 30 ദിവസമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. ഇവിടെ 2 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2 പേര്. ആർക്കും ആ ജീവന് വിലയില്ല. ഞാൻ വരാം. അപ്പോഴത്തേന് കോൺഗ്രസിന്റെ ഡിഫൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങി നിൽക്കുക. സജീഷ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെയിൻ ഓഫ് ഈവൻസ് ഉണ്ട്. ആ ചെയിൻ ഓഫ് ഈവൻസ് ഉറപ്പായിട്ടും അന്വേഷിക്കാതിരിക്കാൻ പോലീസിന് പറ്റില്ല. അങ്ങനെ അതിൽ നിന്ന് ഒഴുകി പോകാനൊന്നും പറ്റില്ല. ഇപ്പോഴാണ് ഇത് ഒരു സബ്സ്റ്റാൻഷ്യൽ പീസ് ഓഫ് എവിഡൻസ് ഇന്നത്തെ ഒരു ദിവസം. സത്യം. ഒറ്റ സെക്കൻഡ്. ഒരു സബ്സ്റ്റാൻഷ്യൽ പീസ് ഓഫ് എവിഡൻസ് കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ സബ്സ്റ്റാൻഷ്യൽ പീസ് ഓഫ് എവിഡൻസിൽ പോലീസ് ആക്ട് ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ ഇവർ പറയുന്ന കൊട്ടത്താപ്പിൽ കാര്യങ്ങൾ പറഞ്ഞൊന്നും പോകാൻ പറ്റില്ല. ഇവരുടെ രാഷ്ട്രീയ മറുപടിയാണ് പറയേണ്ടത്. പിണറായി വിജയന്റെ പോലീസ് എന്ത് ചെയ്യുന്നുള്ളതല്ല. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ശ്രീ സജീഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ ദിവസം ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുറേ ദിവസങ്ങളായി വന്നിട്ടുള്ള ഈ ദുരൂഹ മരണം, ആത്മഹത്യ, അതിന് പിന്നിലെ ചെയിൻ, ഇതെല്ലാം നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിജയൻ്റെ മനസ്സ് ആ സംഘർഷത്തിൽ, മാനസിക സംഘർഷത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നൊരു കാലത്ത് എഴുതിയ കത്തുണ്ടായിരുന്നില്ല. ഇന്ന് ആ കത്ത് പുറത്തു വരുന്നു. ആ കത്ത് പുറത്തു വരുന്നു എന്ന് മാത്രമല്ല, ആ കത്തിൻ്റെ ശരിയായ പകർപ്പ് KPC പ്രസിഡന്റ് അടുത്താണുള്ളത് എന്നും മനസ്സിലാകുന്നു. അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യുന്നു. ഈ മരണത്തിന് മുമ്പ് കെ സുധാകരന് തന്നെ ജീവിച്ചിരിക്കെ അദ്ദേഹം കൊടുത്ത ഒരു കത്തിൻ്റെ അവസാനം, എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, വീട്ടിൽ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിക്കേണ്ടി വരും മാനസിക സംഘർഷത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കളും മാത്രമായിരിക്കും. ജീവിച്ചിരിക്കെ തന്നെ ഗതികെട്ട് നിവൃത്തികെട്ട് ആ മനുഷ്യൻ എഴുതിയ കത്താണ്, ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം നൽകിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പാണ്, നമ്മൾ നേരത്തെ അത് വായിച്ചു. ഇതെല്ലാം ഇന്ന് പുറത്തു വന്നു. ഒരു MLA വളരെ ഗുരുതരമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്, ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്, സാമ്പത്തിക തട്ടിപ്പ് അതിനകത്ത് വരികയാണ്. നിവൃത്തികെട്ട് ഇന്ന് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടി വരുന്നു. കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നാടായി കേരളം മാറിയിട്ടുണ്ട്. അത്ര വലിയ പ്രിവിലേജ് ഒരർത്ഥത്തിൽ നടക്കുന്നു. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ചർച്ചകളുടെ ഒരു പോക്ക് അൻവർ ജയിലിൽ നിന്നിറങ്ങി എന്നതിലേക്ക് വഴിമാറിപ്പോവുകയാണ്. നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ 2 മനുഷ്യരുടെ ആത്മഹത്യ, അതിന് പിന്നിൽ ഒരു MLA, മുൻ MLA, അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലില്ലായ്മ, മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകളുടെ നിരവധി വിവരങ്ങൾ പുറത്തു വരേണ്ടതായ സാഹചര്യം. ഈ വിഷയത്തിന് മുമ്പിൽ എവിടെയാണ് കേരളം നിൽക്കുന്നത്? കേരളത്തിലെ മാധ്യമ രംഗമാവട്ടെ, പൊതു ചർച്ചകളുടെ ഒരു ഇടമാവട്ടെ, ഗൗരവമായ ഒരു പരിശോധന ഇതിൽ വേണ്ടതുകൂടിയാണോ സജീഷ്? തീർച്ചയായും ഇത് കോൺഗ്രസ് എന്ന വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സകല ജീർണതകളും പൊട്ടിയൊലിച്ച് പുറത്തേക്ക് വരുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്.
ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ ആത്മഹത്യയുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വയനാട്ടിലെ DCC ജില്ലാ ട്രഷറർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ആ പാവം മനുഷ്യൻ. നേരത്തെ കോൺഗ്രസിൻ്റെ ഇതുപോലെ തന്നെ ആരോപണങ്ങളെല്ലാം വന്ന് കുടുംബം ഉൾപ്പെടെ ഇടപെട്ട് ആത്മഹത്യ ചെയ്തത് KPCCയുടെ ട്രഷററായിരുന്നു ശ്രീ പ്രതാപചന്ദ്രൻ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ പണം സൂക്ഷിക്കുന്ന, പണം കൈകാര്യം ചെയ്യുന്നവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അത് സംസ്ഥാന ട്രഷറർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ജില്ലാ ട്രഷറർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇവർ എങ്ങനെയാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത്, അത് കയ്യിലിരിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാവുകയാണ് എന്നതിൻ്റെ ഒരു വലിയ 8 പേജുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും സമൂഹത്തിൻ്റെ മുന്നിലും എക്കാലത്തും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ എങ്ങനെ വിലയിരുത്തണമെന്ന പാഠപുസ്തകമായിട്ടാണ് ശ്രീ NM വിജയൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത്. എത്ര ഇവിടെയുള്ള മാധ്യമങ്ങളും വലതുപക്ഷങ്ങളും വാർത്തകളെ വഴിതിരിച്ച് വിടാൻ ശ്രമിച്ചാലും മറ്റെന്തിനെയെങ്കിലും കൊണ്ട് മൂടിവെക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി കഴിയില്ല. അതിൽ വ്യക്തമാണ്, മനം നൊന്തെഴുതുന്നതാണെന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ആ മനസ്സിൻ്റെ നോവ് കാണാൻ ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നുണ്ടോ? അവർ ഈ മരണപ്പെട്ട മനുഷ്യനെയും മകനെയും തള്ളിപ്പറയാത്തത് ഭയം കൊണ്ട് മാത്രമാണ്. ഇനി ശ്രീ സുധാകരൻ്റെ സ്വഭാവം വെച്ച് അതും വരും ദിവസങ്ങളിൽ നമുക്ക് കേട്ടേക്കാം, അങ്ങനെയും സംഭവിച്ചേക്കാം. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പൊതു രീതി എന്നുള്ളത് കൊണ്ട് അതും സംഭവിച്ചേക്കാം എന്ന് നമുക്ക് കാണാം. അതിനെയും കേരളത്തിലെ ചില മാധ്യമങ്ങൾ സംരക്ഷിക്കും, അതിനെയും നമുക്ക് കാണാം. കാരണം ഒറ്റ കുത്തിനൊരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയപ്പോൾ ഇവിടെ KPCC പ്രസിഡന്റ് എന്താണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. മറ്റൊരാൾക്കും അത് സാധ്യമല്ല. മറ്റൊരു ആൾക്കും മാധ്യമങ്ങൾ ഈ പരിലാളനിട്ട് കൊടുക്കുകയുമില്ല. എന്നിട്ട് അവരെ മാന്യതയുടെ മുഖംമൂടി അണിയിച്ച് മുന്നിൽ വെക്കുന്നു. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ചരിത്രത്തിലേക്ക് പോയാൽ ഈ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ മൊയാരത്തിനെ കൊന്ന ചരിത്രമാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രത്തിൻ്റെ ആരംഭം എന്നറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവരെന്തും ചെയ്താൽ കുഴപ്പമില്ല, അതിനെയെല്ലാം സംരക്ഷിക്കപ്പെടും. എന്നിട്ട് ഇവർക്ക് സ്നേഹത്തിൻ്റെ കട, അങ്ങനെ കുറേ ഗിമ്മിക് പേരുകളുണ്ട്. അത് വെച്ച് ആളുകളെ പറ്റിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കോൺഗ്രസ് ഒരു സ്നേഹത്തിൻ്റെ കടയുടെ മിഠായി തെരുവൊന്നുമല്ല. ചതിയുടെയും വഞ്ചനയുടെയും അഴിമതിയുടെയും കൊള്ളയുടെയും എല്ലാമായ ഒരു ചോരി ചൗക്കാണ്, കള്ളന്മാരുടെ കടയാണ് കോൺഗ്രസ്. ആ കള്ളക്കടത്ത് കടയാണ് കോൺഗ്രസ് എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിന് മറുപടി പറയുന്നതിന് പകരം പോലീസ് കേസെടുക്കൂ, FIR ഇട്ടിട്ടുണ്ടോ, അതൊക്കെ വരും സുഹൃത്തെ. നിങ്ങൾ ഓരോ ദിവസത്തെ ചർച്ചയും എങ്ങനെയെങ്കിലും വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ ചർച്ചയിൽ പറഞ്ഞ് എന്താ ആത്മഹത്യക്കുറിപ്പുണ്ടോ, എന്തെങ്കിലും ഒരു രേഖയുണ്ടോ, അതിപ്പോൾ വന്നല്ലോ. അതിൻ്റെ മുമ്പെയുള്ള ചർച്ചയിൽ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ പരാതിയുമായി വരട്ടെ എന്നല്ലായിരുന്നു വെല്ലുവിളി. പരാതിയുമായി നിരവധി പേർ, പണം നഷ്ടപ്പെട്ടവർ വന്നല്ലോ, പോലീസിൽ തന്നെ പരാതി കൊടുത്തല്ലോ, ഒരാൾക്കും പരാതിയില്ല എന്നായിരുന്നല്ലോ കഴിഞ്ഞ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഈ ചാനലുകളിൽ ഉടനീളം വന്ന് പറഞ്ഞത്. അതിപ്പോൾ മാറിയല്ലോ. ഇവിടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ KPCCക്ക് ആദ്യം ഇദ്ദേഹം കൊടുത്ത കത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതിനുശേഷം കരാറുകൾ, പണ ഇടപാട് സംബന്ധിച്ചിട്ടുള്ള കരാറുകൾ അത് മുന്നിൽ നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ആത്മഹത്യാക്കുറിപ്പ് നിൽക്കുന്നു. ഇതിലെല്ലാം IC ബാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ND അപ്പച്ചൻ്റെയും എല്ലാം പേര് നിലനിൽക്കുകയാണ്. മാന്യതയുടെ ഒരു അംശമുണ്ടെങ്കിൽ, തങ്ങൾ പറയുന്നതിനോട് എന്തെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു അക്ഷരം ഇനി പറയേണ്ടത് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA രാജിവെച്ചിട്ടാണ്. അപ്പുറത്ത് നിങ്ങൾ അതായിരുന്നല്ലോ നിലപാട് സ്വീകരിച്ചു. ഒരു വാചകത്തിൻ്റെ പേരിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ രാജിവെപ്പിച്ചല്ലോ ഈ കേരളത്തിൽ എല്ലാവരും ചേർന്ന്. അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ മാന്യതയുടെ ഈ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ മാന്യത കാണിക്കണം. ശരി, അത് ഇദ്ദേഹത്തോട് പുലർത്തുന്ന ഒരു നീതി കൂടിയാണ്. വസന്ത്, മറുപടി ഇതിൽ ആണ് വേണ്ടത്. നിങ്ങളുടെ നേതൃത്വം ശരിയാണ് ചെയ്തതൊക്കെയും എന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, അത് ഈ നാടിനു കൂടി ബോധ്യപ്പെടണമെങ്കിൽ, അങ്ങേയറ്റം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന, കുറ്റാരോപിതനായി തന്നെ നിൽക്കുന്ന ഒരവസ്ഥ IC ബാലകൃഷ്ണനുണ്ട്. ഇനി എങ്ങനെയൊക്കെ നിങ്ങൾ വിശദീകരിച്ചാലും അതുകൊണ്ട് തന്നെ ആ MLA കാര്യത്തിൽ വളരെ ശരിയായ തീരുമാനങ്ങളെടുത്ത് ഇപ്പോൾ സജീഷ് പറഞ്ഞത് MLA സ്ഥാനം രാജിവെച്ച് നിരപരാധിത്വം തെളിയിക്കട്ടെ. അത്തരം ആ പദവി മാറുന്നതിൻ്റെ ഒരു അനുഭവം തൊട്ടുമുമ്പ് കേരളത്തിലുണ്ട്. കണ്ണൂർ നമ്മൾ കണ്ടു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാണ് ആ ആരോപണം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ADMന്റെ മരണത്തിൻ്റെ സമയത്ത് PB ദിവ്യ ഒരു നിലപാട് സ്വീകരിച്ചത്. അത് IC ബാലകൃഷ്ണനും ബാധകമാണ്. കോൺഗ്രസ് നേതൃത്വം ഈ പറയുന്ന ആരോപിതർക്കൊപ്പമല്ല എന്ന് തെളിയിക്കും വിധം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ 2-3 കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് PP ദിവ്യയുമായി ബന്ധപ്പെട്ട്
IC ബാലകൃഷ്ണനെ താരതമ്യം ചെയ്യുകയാണ് ചെയ്തത്. ദിവ്യയെ പോലെ AKG സെന്ററിന്റെ അടുക്കളപ്പുറത്ത് ഒളിവിലല്ല IC ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലുണ്ട്, അദ്ദേഹത്തിന്റെ MLA ഓഫീസിലുണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലുണ്ട്. അതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് ഓടി ഒളിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ MLAക്കോ ഇല്ല. ഉണ്ടായ സംഭവങ്ങൾ സമാനമാണെന്നേ. പറയട്ടെ, ഒറ്റക്കുത്തിന് കൊല ചെയ്ത വയോധികന്റെയും അംഗപരിമിതനായ ഒരു മകന്റെയും 35 വയസ്സുള്ള മകന്റെയും ആത്മഹത്യാ കുറിപ്പിലാണ് നിങ്ങളുടെ MLAയുടെ ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ഉള്ളത്. അദ്ദേഹം പകൽ വെളിച്ചത്തിലുണ്ട്, സൂര്യ വെളിച്ചത്തിലുണ്ട് എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പറയുന്നത് പറയാൻ അനുവദിക്കാതിരിക്കുകയല്ല, മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് നീതി പുലർത്തി സംസാരിക്കൂ. നിങ്ങളുടെ കോൺഗ്രസിന്റെ ജില്ലാ ട്രഷറർ ആയിരുന്നല്ലോ, നീതി പുലർത്തൂ. നിങ്ങൾ ആ മനുഷ്യന്റെ വാചകമുണ്ടല്ലോ, മനംനൊന്തെഴുതിയതാണ്, ആ മനസ്സിന്റെ നോവൊന്ന് കാണും. അത്രേ ഉള്ളൂ. വസന്ത്, ഇതിലെ പ്രശ്നം ഒരു മിനിറ്റ് ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെതിരെ ഉയർന്ന പ്രശ്നങ്ങളുടെ ഫാക്സിൽ നിന്നിട്ടുള്ള മറുപടി അല്ലാതെ ദിവ്യ ഒളിവിൽ പോയില്ലേ, AKG സെന്ററിന്റെ അടുക്കളപ്പുറത്തല്ലേ, ഇങ്ങനെയൊക്കെയാണോ അതിന് മറുപടി പറയുന്നത്? ഇവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ തന്നെ നിൽക്കുന്നു ബാലകൃഷ്ണനും IC ബാലകൃഷ്ണനും. താരതമ്യം ചെയ്യപ്പെടും, ഫാക്റ്റിൽ താരതമ്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. താരതമ്യം ചെയ്യപ്പെടുന്നേ. സജീഷിന്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് സമയമുണ്ടോ എനിക്ക് സമയം തന്നാൽ മതി. താരതമ്യം ചെയ്യപ്പെടും. രണ്ടാമത് സജീഷ് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, നിഖിൽ പൈലി ആദ്യത്തെ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തത് ഒട്ടും തൃപ്തികരമല്ല. വസന്ത് ആദ്യം പറഞ്ഞ എന്താണ്, PP ദിവ്യ അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാജിവെച്ച് കേസിനെ നേരിട്ടു. അപ്പോൾ അവർ ഒളിവിൽ പോയ ഒരു കോൺടാക്സിനെ ചേർത്ത് പിടിച്ചിട്ട് പരിഹാസ രൂപേണ മറുപടി പറയാൻ ശ്രമിച്ചാൽ ഈ കേസിൽ മറുപടിയാവില്ല. ഇവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയും വിധം ആത്മഹത്യാ കുറിപ്പിൽ സ്പഷ്ടമായി IC ബാലകൃഷ്ണന്റെ പേര് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കണ്ടേ? നിരപരാധിത്വം തെളിയിക്കണ്ടേ? ചോദ്യം മറുപടി. അതിന്റെ മറുപടി കൃത്യമായിട്ട് പറയാം. നിങ്ങളുടെ കുന്നംകുളം MLAയുടെ പേരെന്താ? നിലവിലെ MLAയുടെ പേര്? നിങ്ങളുടെ മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേരെന്താ? AC മൊയ്തീൻ. സമാനമായ ആരോപണമാണ്. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഒരു കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറിയായ AC മൊയ്തീന്റെ നേതൃത്വത്തിൽ 2 അംഗ കമ്മീഷനെ വെക്കുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തുന്നു AC മൊയ്തീൻ. സഹകരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സഹകരണ വകുപ്പിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറയുന്നു. അതേ മന്ത്രിയെ തുടർന്നു. അതേ മന്ത്രി ഇന്ന് നിങ്ങളുടെ MLA അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയും. ഒരു തരത്തിലും മറുപടി പറഞ്ഞു നിൽക്കാൻ കഴിയുന്നതിലേക്കല്ല വസന്ത് പോയിരിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ ആത്മഹത്യ സംഭവിച്ചു, ആത്മഹത്യാ കുറിപ്പ് എന്തൊക്കെയാണ് പറയുന്നത്? രണ്ടാമത് യുക്തമായ താരതമ്യമാണോ സജീഷ്? ഇതേക്കുറിച്ച് മാത്രം ഇന്നത്തെ സംഭവങ്ങളൊന്നും അറിയാതെയാണോ ഈ കോൺഗ്രസ് പ്രതിനിധി ഇരിക്കുന്നത്? എനിക്കൊരു സംശയമുണ്ട്. അതൊന്ന് ചോദിക്കാതെ ഒറ്റ സംശയമാണ്. ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും അറിയാതെയാണോ താങ്കൾ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരു DCC ട്രഷറുടെ ആത്മഹത്യാ കുറിപ്പിലെ ഭാഗങ്ങളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം. അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഭർത്താവിനെ മറന്നുപോയോ? ഫിലോമിനയുടെ കുടുംബത്തെ മറന്നുപോയോ? എന്താണ് എന്റെ വസന്ത് ഈ വാദം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ MLA രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു നറേറ്റീവ് ഇല്ല. നിങ്ങളുടെ ട്രഷററുടെ ആത്മഹത്യാ കുറിപ്പിൽ MLAയുടെ പേരുണ്ട്, MLAയുടെ പേര് വന്നു. രാജിവെച്ച അന്വേഷണത്തിന് പറയൂ. രണ്ടാമത് നിഖിൽ പൈലിയുമായി ബന്ധപ്പെട്ട് പറയൂ. ഇന്ന് ദേശാഭിമാനി ഒഴികെ ബാക്കി എല്ലാ പത്രങ്ങളും വലിയ ഹെഡിങ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. എന്താ അത്? നിങ്ങളുടെ രക്തസാക്ഷിയുടെ അമ്മയ്ക്ക് നിങ്ങളുടെ പോലീസും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നടപടിയെടുക്കാത്തതിനാൽ വിചാരണ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു. നിങ്ങളുടെ രക്തസാക്ഷിയുടെ അമ്മയാണ് കേട്ടോ. വർഗീയത തുലയട്ടെന്ന് നിങ്ങൾ നാട് മുഴുവൻ ധീരജ്, ആ പാവപ്പെട്ടവന്റെ അമ്മ അടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാ? നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ ഈ കേസിൽ നിങ്ങൾക്ക് എങ്ങനെ ഗുണമാകുന്നു? അതാണ് വസന്ത് എത്തേണ്ടത്. നിങ്ങളുടെ ഈ ആർഗ്യുമെന്റ് ഈ കേസിൽ നിങ്ങൾക്ക് എങ്ങനെ ഗുണമായി വാദിച്ചെടുക്കാൻ കഴിയും? അതിപ്പോഴും അൺആൻസേർഡായി നിൽക്കുകയാണ് സർ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും പരാമർശം നടത്താന്നുള്ളതിൽക്കപ്പുറം ജാമ്യം കിട്ടിയ നിഖിൽ പൈലിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നേരെ ആരോപണം ഉന്നയിച്ചു. അപ്പൊ സ്വാഭാവികമായി തിരിച്ചു പറയണ്ടേ? തിരിച്ചു പറയാന്നുള്ളതല്ല, അതൊക്കെ ചെയ്തോളൂ. നിങ്ങൾ നോക്കൂ പ്ലീസ്, എന്താണ് അത് പറയാനുണ്ടായ സാഹചര്യം? അത് വസന്തൊന്ന് ശ്രദ്ധിക്ക്. എന്താണ് പറയാൻ കാര്യം? നിങ്ങളുടെ ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യക്ക് വളരെ മുമ്പും ആത്മഹത്യ കുറിപ്പും എത്തിക്കുന്നത് ആർക്കാണ്? KPCC പ്രസിഡന്റിനാണ്. പുള്ളി അത് പുറങ്കാലിന് തള്ളിക്കളയുകയാണ്. വീട്ടിലെവിടെയോ കിടപ്പുണ്ട് എന്ന് K. സുധാകരൻ പറയുന്നു. അതേ K. സുധാകരൻ
ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ, ധീരജിനെ ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തിയ നിഖിൽ പൈലിയെ ചേർത്ത് പിടിക്കാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു. ഇങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ അതിന് വേറെന്തോ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ കെ സുധാകരൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരുടെ പ്രശ്നങ്ങളിൽ കാട്ടുന്ന മനുഷ്യത്വമില്ലായ്മയുടെ, മനസാക്ഷിയില്ലായ്മയുടെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് ഒരു മറുപടി നിങ്ങൾക്ക് ഇതിനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സ്വന്തം രക്തസാക്ഷിയെ നിങ്ങൾ സംരക്ഷിക്കുന്നില്ല, അതിൽ നിയമ നടപടി എടുക്കുന്നില്ല. ഇനി നിഖിൽ പൈലിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ നിഖിൽ പൈലി അല്ല വിഷയം, കെ സുധാകരനാണെന്നേ. അതിന് പരാമർശിച്ചതാണ് നിഖിൽ പൈലി. എനിക്കത് കൂടുതലൊന്നും ഇത് പറയാൻ കഴിയില്ല. ഒരു കൊലക്കേസിൽ 1-ാം പ്രതിക്ക് ജാമ്യം കിട്ടിയെങ്കിൽ അതിനകത്ത് എന്ത് എവിഡൻസ് ആണ് നിങ്ങൾ? എന്റെ സാർ, അതല്ല വിഷയം. അങ്ങനെ ചെയ്ത കെ സുധാകരൻ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാട്ടിയിട്ടുള്ള നീതി നിഷേധമുണ്ട്, അദ്ദേഹത്തിന് മനുഷ്യത്വമില്ലായ്മയുണ്ട്. ഒന്നെങ്കിൽ ശ്രീ ശരത് നിങ്ങളിതാണ് വർത്തമാനം പറയേണ്ടത്. വസന്ത് കെ സുധാകരൻ ആ ആത്മഹത്യാക്കുറിപ്പ് അട്ടിമറിച്ചില്ലേ, മൂടി വെച്ചില്ലേ? ചോദ്യം അതാണ്. കെ സുധാകരൻ ആ ആത്മഹത്യാക്കുറിപ്പ് അട്ടിമറിച്ചില്ലേ, പൂഴ്ത്തിവെച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ പഴയ SFIക്കാരിയായ ഈ നമ്മുടെ ADMന്റെ ഭാര്യ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രവർത്തകർ നിർബന്ധിച്ചിട്ടാണ് ആ മെഡിക്കൽ കോളേജിലേക്ക്, കണ്ണൂരിലെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞത്. എല്ലാ പോസ്റ്റ്മോർട്ടം റൂൾസിനെയും അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പോസ്റ്റ്മോർട്ടം മാനുവൽ തയ്യാറാക്കി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് താങ്കളുടെ KPC പ്രസിഡന്റ് പൂർണ്ണമായും ഈ ചർച്ചയിലൂടെ സംശയങ്ങൾക്ക് അതീതനായി മാറിയെന്ന് വസന്ത് ധരിക്കുന്നുവെങ്കിൽ ആയിക്കോളൂ, എനിക്ക് എതിർപ്പില്ല. സജീഷ് ഇത്രയും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അടുത്ത റൗണ്ട് വേഗത്തിൽ. ചോദ്യങ്ങളൊന്നുമില്ല, ഞാൻ വരാം സർ, വേഗം വരാം ലാലിലേക്ക്. അല്ല, ഞാൻ ഒരു കാര്യം, ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളോ കൂടുതൽ അഭിപ്രായങ്ങളോ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാനേ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ, കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ട്രഷററാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു കൂട്ട ആത്മഹത്യ, ആ ആത്മഹത്യയുടെ ഭാഗമായി 8 പേജുള്ള ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ പുറത്തേക്ക് വിടുന്നു. ആ കുടുംബം പുറത്തുവിട്ട കത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് കൃത്യമായി 3 പേരുകളുണ്ട്. ആ പേര് ഒന്ന് IC ബാലകൃഷ്ണൻ MLAയുടേതാണ്, ND അപ്പച്ചൻ്റെതാണ്, അതുപോലെ തന്നെ ഇത് കൊടുത്തിരിക്കുന്ന KPCC പ്രസിഡന്റിൻ്റെതുമാണ്. അതിൽ ആരാണ്, മേൽപ്പറഞ്ഞവരാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഇതിൽ ആരാണ് ഒഴിവ് എന്ന് പറയുക? മേൽ പറഞ്ഞ ആളുകൾ മരണത്തിന് ഉത്തരവാദിയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. മനം നൊന്താണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് എഴുതി വച്ചിരിക്കുന്നു. എൻ്റെയും എൻ്റെ മകൻ്റെയും എല്ലാം മരണത്തിന് ഉത്തരവാദം, ഇനി എൻ്റെ മക്കളെ കൊലയ്ക്ക് കൊടുക്കരുതേ എന്ന അഭ്യർത്ഥന കൂടിയുണ്ട്. ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? പക്ഷേ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്ത് കഴിഞ്ഞു. ആ മനുഷ്യനോടൊപ്പം മക്കളെയും കൊലയ്ക്ക് കൊടുത്ത് കഴിഞ്ഞു. അതും ഇവിടെ കണ്ടതാണ്. ഇവിടെ പണം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം IC ബാലകൃഷ്ണനാണ് എന്ന് വ്യക്തമായി ഈ കത്തിനകത്ത് പറയുന്നു. ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം പറയേണ്ടതില്ലേ? നിങ്ങൾക്കൊരു നിലപാടുണ്ടാകേണ്ടതില്ലേ? നിങ്ങൾ ആരുടെ പക്ഷത്താണ്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് മറ്റെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതരുത്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ അവർ ചെയ്ത നെറികേടുകളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെയെല്ലാം അവർ മറച്ചു വെക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെയും മറ്റ് പരിലാളനയുടെയും എല്ലാം ഭാഗമായിട്ടാണ്. പക്ഷേ അവരെന്താണ് എന്ന് കാലത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടും. അതിന് ഏറ്റവും ഉത്തമമായ കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് അവരുടെ പ്രവർത്തകർക്ക് പോലും ഭാവി പാഠപുസ്തകമാക്കാൻ കഴിയുന്ന ഒരു വലിയ കുറിപ്പാണ്, അല്ലെങ്കിൽ ഒരു രേഖയായിട്ടാണ് തൻ്റെ മരണത്തിലൂടെ ഇദ്ദേഹം NM ബാലകൃഷ്ണൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതെങ്കിലും മിനിമം മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവണം. ലാൽകുമാർ, ഇതിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വം പല തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ വരുത്തി എന്ന് തന്നെ വിലയിരുത്തി ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ലേ? പ്രത്യേകിച്ച് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ. ഒന്ന്, നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതി പറഞ്ഞിട്ടും അതേക്കുറിച്ച് വ്യക്തതയോടെ പഠിക്കാനോ അതിനനുസരിച്ച് തീരുമാനങ്ങളിലേക്ക് പോകാനോ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഈ സാമ്പത്തിക ഇടനില നിന്ന്, വിജയൻ തന്നെ ഇടനില നിന്ന് നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പല തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് അതിൻ്റെ ഭാഗമായി അരങ്ങേറി. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന നില വന്നതോടുകൂടി അങ്ങനെ കൂടി ഒരു ഗുരുതരമായ
തെറ്റ് ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പാടില്ലാത്ത വിധം ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? വളരെ ഗൗരവമായൊരു പ്രതിസന്ധിയിൽ ഈ വിഷയം കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വത്തെ, കെ സുധാകരനെ, വി ഡി സതീശനെ കൊണ്ടുചെന്നെത്തിക്കുന്നില്ല, ഐ സി ബാലകൃഷ്ണനെയോ അപ്പച്ചനെയൊക്കെ സംരക്ഷിക്കുന്നതിലൂടെ? നിശ്ചയമായും നോക്കൂ, ഇവര് എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾ വിശ്വസിക്കുന്ന ആ സോണിൽ നിന്നും മാറിപ്പോയി. കാര്യം ഈ ട്രസ്റ്റ് വേർത്തിനെസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ആ ട്രസ്റ്റ് വേർത്തിനെസ് ഇവർ പറയുന്നതിലില്ല. ഇതാണ് സത്യം. ഇപ്പൊ നോക്കൂ, ബസന്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം എന്ത് മറുപടിയാ പറയേണ്ടത്? ഒരു മാസത്തോളം അല്ലെങ്കിൽ ഈ ലെറ്റർ അയച്ച സുധാകരൻ നോക്കാഞ്ഞതും അതിനെതിരെ പ്രതികരിക്കാഞ്ഞതും അല്ലെങ്കിൽ എതിരെ അത് കിട്ടിയപ്പോൾ ആക്ട് ചെയ്യണമായിരുന്നു എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അദ്ദേഹം പാർട്ടി കാണില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ബസന്തിൽ നിന്ന് ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ബസന്ത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അദ്ദേഹം ഒരു ബഡ്ഡിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഇന്ന് ഡിബേറ്റ് തുടങ്ങുമ്പോൾ ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും എങ്ങനെയും 8 മണിക്ക് കയറുന്ന ആൾക്കാർ എങ്ങനെയും 9 മണി ആയാൽ മതി എന്ന് പറഞ്ഞാണ് ഇന്നിരിക്കുന്നത്. യാഥാർത്ഥ്യം. അതിന് കാര്യമായ ചർച്ച ഉയർന്നാലല്ലേ ലാല, അങ്ങനെ ചർച്ച ഉയർന്നാലല്ലേ ആ പ്രശ്നമുള്ളൂ. അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് പോയിന്റിൽ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അനുഭവിക്കുന്നുണ്ടോ? വരുമെന്ന് വരാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇന്നത്തെ കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യമാണ്. അത് അവർക്ക് അതിന്റെ ഒരു ലാളന എപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ അധികം നാൾ ഇത് മൂടി വെക്കാനൊന്നും പറ്റില്ല. കാര്യം രണ്ടുപേരുടെ ജീവൻ പോയ വിഷയം അവരുടെ കുടുംബം തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടി എത്ര പ്രവർത്തനം ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയാലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പം മാധ്യമങ്ങൾ 8 മണി തൊട്ട് 9 മണി വരെ ചർച്ച ചെയ്യുന്നത് നോക്കിയാണ് ഇവിടുത്തെ ജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ രാഷ്ട്രീയ കേരളത്തിന്റെ വിധി എന്താകുമായിരുന്നു? അതാ പറഞ്ഞ ആൾക്കാർ ചർച്ച ചെയ്യും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്താണ്? എന്നെ കേൾക്കുന്ന ജനങ്ങൾ വളരെ അവധാനതയോടുകൂടി കേൾക്കാം. ഈ പറയുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 നേതാക്കന്മാരുടെ പേര് അവിടെ പരാമർശിക്കുന്നു. ആ 2 പേര് പരാമർശിച്ച് അദ്ദേഹം ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? അത് എഴുതുന്നത് സുധാകരനാണ്. സുധാകരൻ എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റാണ്. അത് അദ്ദേഹം അടയിരിക്കുന്നു, ആ ലെറ്ററിൽ അടയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയിലേക്ക് ലീഡ് ചെയ്യുന്നത്. സുധാകരൻ ഇതിൽ ആക്ട് ചെയ്യുകയും ഈ പറയുന്ന ആൾക്കാരെ അദ്ദേഹം അതിനെതിരെ ആക്ട് ചെയ്യുകയായിരുന്നെങ്കിൽ, കറക്റ്റ് സമയത്ത് ചെയ്യുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് ഇതിന്റെ ലാപ്സ് ലീഡ് ചെയ്യുന്നതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞു പോകാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുന്നത്. നോക്കൂ, ഉത്തരമില്ലാത്തതിന് കാരണം സംസ്ഥാന നേതൃത്വത്തിന് അയച്ച ലെറ്ററിനകത്ത് ഇങ്ങനൊരു പരാമർശം വരികയും പിന്നെ ഒരു ആത്മഹത്യാക്കുറിപ്പ് വരികയും ചെയ്യുന്നു. ഇല്ലേ? ആ സംസ്ഥാന നേതൃത്വം അനങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ, ഈ കതറിട്ടുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരൊന്നും വിശ്വസിക്കണമെന്ന്, അത് കഴിഞ്ഞിട്ടല്ലേ നാട്ടുകാർ വിശ്വസിക്കുന്നത്. കോൺഗ്രസ്സുകാരാദ്യം വിശ്വസിക്കണമല്ലോ. അങ്ങനെ വിശ്വസിക്കത്തക്ക രീതിയിലല്ല നിൽക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒരുപാട് സമയം അപഹരിക്കാതെ എടുക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അല്ലെങ്കിൽ മറ്റ് എല്ലാ വിഷയങ്ങളും വിടൂ. നിങ്ങൾക്ക് കിട്ടിയ ലെറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ജീവൻ പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം ആത്മഹത്യ ചെയ്ത ശേഷം ആ ആത്മഹത്യക്ക് കാരണമായ ആൾക്കാരെ ഈ പറയുന്ന നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിച്ചിരിക്കുന്നവർക്കെതിരെയുള്ള നിങ്ങളുടെ നിലപാടെന്ത്? ഇതിന് ബാക്കിയുള്ള ഈ നിഖിൽ പൈലിയെയും ഈ പറയുന്ന രക്തസാക്ഷിയും ദിവ്യയും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ദിവ്യയുടെ കാര്യം ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ദിവ്യയുടെ അബറ്റ്മെന്റ് ടു സൂയിസൈഡ് എന്ന് പറയുന്ന ആ ആസ്പെക്ട് മാത്രമേ വെളി വരുന്നുള്ളൂ, ഇല്ലേ? അത് ശരി, ദിവ്യയെ വിടൂ, ദിവ്യയെ നിങ്ങൾ അങ്ങ് പൂർണ്ണമായും വിടൂ. ഈ കേസ് ദിവ്യയുടെ കേസ് കേട്ടിൽ വന്നപ്പോൾ ഇവിടെ ആൾക്കാർ മറുപടി പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് മറുപടി എന്ന് രാഷ്ട്രീയ കേരളത്തിന് കേൾക്കാൻ താല്പര്യമുണ്ട്, സാമൂഹ്യ കേരളത്തിന് കേൾക്കാൻ താല്പര്യമുണ്ട്. ഇവർക്ക് മൊത്തത്തിൽ താല്പര്യമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കതറിട്ടുണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർക്കെങ്കിലും താല്പര്യം കാണും. അതിനൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പകരം പക്ഷേ ലാല്, ഞാനൊരു ഇടവേളയിലേക്ക് പോകുമ്പോൾ കണ്ണൂരിലെ പ്രശ്നത്തിൽ ADM-ന്റെ മരണത്തെ തുടർന്ന് ഒരു വലിയ ചർച്ചയായ ഘട്ടത്തിൽ തന്നെ PP ദിവ്യയുടെ പാർട്ടി അതിലൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കുകയും അതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും
മാത്രവുമല്ല സംഘടനാപരമായി തന്നെ അവർ വഹിച്ചിരുന്ന ചുമതലകളിൽ നിന്ന് ഘടകങ്ങളിൽ നിന്നൊക്കെ തന്നെ അവരെ മാറ്റുന്ന നിലയിൽ ഒരു പാർട്ടി ലീഡർഷിപ്പ്, ഒരു പാർട്ടി നടപടി സ്വീകരിച്ചു. ഇവിടെയോ ഇന്ന് എങ്ങനെയാണ് കെ സുധാകരൻ ഇതിനോട് പെരുമാറിയത്, പ്രതികരിച്ചത് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവും. ഒരു കാര്യം കൂടെ പറയട്ടെ. ഓക്കെ, വളരെ വേഗം. പെട്ടെന്ന് പറയാം. നോക്കൂ, വസന്തിനോട് ചോദിച്ച ഒരു ചോദ്യം എന്തായിരുന്നു? ബാലകൃഷ്ണൻ IC ബാലകൃഷ്ണൻ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയനാട്ടിൽ കൂടെ നടക്കുകയാണല്ലോ. അദ്ദേഹം വയനാട്ടിൽ കൂടെ നടന്ന എങ്ങനെ രാജിയാകുന്നത്? രാജി അദ്ദേഹം വെക്കേണ്ട കാര്യമാണ്, പോലീസിന് വെക്കേണ്ട കാര്യമല്ല, പിണറായി വിജയൻ വെക്കേണ്ടതല്ല. അദ്ദേഹം സൺലൈറ്റിൽ കൂടെ നടക്കുന്നു, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയ തീരുമാനത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം. ഈ പറയുന്ന പിണറായി വിജയനോ പോലീസിനോ IC ബാലകൃഷ്ണന് വേണ്ടിയിട്ട് രാജിവെക്കാൻ പറ്റും. പക്ഷേ ആ ചോദ്യങ്ങൾ മര്യാദയാണോ IC ബാലകൃഷ്ണൻ MLA ആയി തുടരുന്നത് എന്ന ചോദ്യം വളരെ ശക്തമായി പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുക തന്നെയാണ്. നമുക്ക് ഈ ചർച്ച അതിവേഗം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ് പൂർത്തിയാക്കിയതിൽ നിന്ന് വസന്ത്, എല്ലാം പോകട്ടെ, ഇതൊരു പ്രശ്നമാണ്, ഇതിൻ്റെയൊക്കെ എല്ലാ വശങ്ങളും ഇന്ന് ആളുകളുടെ മുമ്പിലേക്ക് എത്തി. അവിടെ കുറേ കാലമായിട്ട് ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ട്, അത് തിരികെ ചോദിച്ചു, ജോലി കിട്ടിയില്ല, തുടർന്ന് പണം തിരികെ ചോദിച്ചു, ഇത് കൊടുക്കാൻ വിജയന് കഴിയാതെ വന്നു. വിജയനിലൂടെ പോയ ആളുകളിൽ നിന്ന് തിരിച്ചതുപോലെ പണം വരാത്തതുകൊണ്ടാണ് വിജയന് കൊടുക്കാൻ കഴിയാതെ വന്നത്. കൂടുതൽ സമ്മർദ്ദം അതുകൊണ്ട് തന്നെ വിജയനിലേക്ക്. നാട്ടിൽ തൊഴിൽ തട്ടിപ്പുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ഈ കാര്യങ്ങളാകെയും പാർട്ടിയെ അറിയിച്ചു, KPC പ്രസിഡന്റിനെ അറിയിച്ചു, വിശദമായി അറിയിച്ചു. അതിനെ തുടർന്നൊരു കമ്മീഷനും വന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ കാര്യം, ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ, നിലനിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു എന്ന നിലയിൽ ഇടപെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പറയാമോ? വിജയൻ്റെ ജീവൻ നിലനിർത്താൻ, മരിക്കാതിരിക്കാൻ ഞങ്ങൾ ചെയ്തു, ആവുന്നതൊക്കെ ചെയ്തു, അത് ഇന്നതാണ് പറയാമോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞതുപോലെ KPCCയുടെ അന്വേഷണ കമ്മീഷൻ വന്നത് ശ്രീ വിജയന്റെ അല്ലെങ്കിൽ വിജയേട്ടന്റെ ഒരു ലെറ്ററിന്റെ പുറത്തോ ആരോപണത്തിന്റെ പുറത്തോ അല്ല. അത് വന്നത് DCC യോഗത്തിൽ ഉയർന്നു വന്ന DCC സെക്രട്ടറി ഉയർത്തിവിട്ട ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. ആ അന്വേഷണ കമ്മീഷൻ പലരെയും പുറത്താക്കിയിട്ടുമുണ്ട്. ഞങ്ങളുടെ മിനിസിലോ ഒരു പരാതി രേഖയിലോ വിജയേട്ടന്റെ യാതൊരു പരാതിയും. ഞാൻ അതല്ല ചോദിച്ചത് വസന്ത്, എല്ലാ ചോദ്യത്തിനും ഒരേ ഉത്തരം പറയല്ലേ പ്ലീസ്. എന്റെ ചോദ്യം, വിജയന്റെ മരണം ഒഴിവാക്കാൻ കഴിയുന്ന വിധം അദ്ദേഹത്തിന്റെ പരാതികളിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ആ പരാതിയിന്മേൽ KPCC സിറ്റിംഗ് നടത്തിയപ്പോൾ വിജയേട്ടൻ മൊഴി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പരാതിന്മേൽ ഞങ്ങൾ പുറത്താക്കിയവരെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പാർട്ടി വിജയനെ വിളിച്ച് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയോ? പാർട്ടി വിജയനെ വിളിച്ച് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയോ? നോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CDR അടക്കം പരിശോധിക്കണം. ഞങ്ങളുടെ നിലപാട് പിന്നല്ലേ, പാർട്ടിക്ക് CDR ഇല്ലല്ലോ. ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടി DCC ട്രഷറായ വിജയന്റെ പ്രശ്നത്തിൽ വിജയൻ മൊഴി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അയാൾ ഒരു പരാതിക്കാരനാണ്. അയാളുടെ പ്രശ്നങ്ങൾ ആകെ പരിശോധിച്ച ശേഷം നിങ്ങൾ പറയുന്നതല്ല ശരി, അല്ലെങ്കിൽ വസ്തുത ഇന്നതാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചോ? ചോദ്യം, അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ യാതൊരു അന്വേഷണ കമ്മീഷനും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പരാതിയിന്മേലല്ല 2019 അന്വേഷണ കമ്മീഷൻ വരുന്നത്. അങ്ങനെ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ വിജയനോട് സംസാരിച്ച് വിജയന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാരണ പിശകാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയോ? അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ ആത്മഹത്യക്കുറിപ്പ് പാർട്ടിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആത്മഹത്യക്കുറിപ്പല്ല, അതിനു മുമ്പുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴാണ് ഇനി വിജയന്റെ പരാതിയിലല്ലെങ്കിൽ പോലും, വിജയന്റെ പരാതിയിലല്ല, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നു, പാർട്ടി കമ്മീഷൻ പരിശോധിച്ച് ഇങ്ങനൊരു വലിയ പരാതിയിലും അസംതൃപ്തിയിലും മാനസിക സംഘർഷത്തിലും ആ മനുഷ്യൻ ജില്ലാ ട്രഷറർ നിൽക്കുന്നു. അദ്ദേഹത്തെ എന്താണ് ബോധ്യപ്പെടുത്തിയത് പാർട്ടി? അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരെ ഒരാൾ നിങ്ങൾ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു, അത് മനസ്സിലാക്കി. വിട് സാറേ, നിങ്ങൾ അദ്ദേഹത്തെ എന്ത് പറഞ്ഞാണ് ബോധ്യപ്പെടുത്തിയത്? നിങ്ങൾ എന്ത് പറഞ്ഞു ബോധ്യപ്പെടുത്തി? പബ്ലിക്കിനോട് പറയും. ഞങ്ങൾ ആക്ഷൻ എടുത്തല്ലോ. പാർട്ടി അന്വേഷണം, പാർട്ടി അതിൽ സാമ്പത്തിക ഇടപാടിൽ ഉയർന്ന പ്രശ്നത്തിൽ ആ പണം ലഭിക്കുന്നതിന് എന്തെങ്കിലും ചെയ്തോ പാർട്ടി, ബാധ്യതകൾ തീർക്കുന്ന വിധത്തിൽ? അതാണ് ഞങ്ങളുടെ 13 പേര്. വിജയൻ പറയുന്ന ബാധ്യത പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വരിച്ച, പാർട്ടി നേതാക്കൾക്ക് വേണ്ടി അദ്ദേഹം വരുത്തിവെച്ച ബാധ്യതയാണ്. ആ ക്രമക്കേട് നടത്തിയവരല്ലേ അത് എന്ത് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് ഈടാക്കി കൊടുക്കാൻ എന്ത് സമ്മർദ്ദം ചെലുത്തി, എന്ത് സ്റ്റെപ്സ് സ്വീകരിച്ചു? എന്താണ് കേട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ അവരിൽ നിന്ന് വിജയൻ, പാർട്ടിക്കകത്ത് നിൽക്കുന്ന വിജയനെ സംരക്ഷിച്ച് വിജയൻ ആ പണം കിട്ടും വിധത്തിൽ നിങ്ങളുടെ പാർട്ടി എന്തു ചെയ്തു? ക്രമക്കേട് നിങ്ങൾ കണ്ടെത്തി, നിങ്ങളുടെ പാർട്ടിക്കകത്ത് ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തി, വസന്ത് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഈ മനുഷ്യനുണ്ടായ വലിയ നഷ്ടം അത് പരിഹരിക്കാൻ പാർട്ടി എന്ത് ചെയ്തു? അതിനുവേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയത്.
ആ പോലീസ് പരാതി എവിടെ എത്തിയെന്നും എവിടെ വരെ അന്വേഷണമായെന്നും ഇപ്പൊ എങ്ങനെയുണ്ട് അന്ന് വയനാട് സജീഷ്? ജില്ലയിലെ SP ക്രമക്കേടുണ്ട് എന്ന് വസന്ത് തന്നെ അഡ്മിറ്റ് ചെയ്തു. ക്രമക്കേടുണ്ട്, കമ്മീഷൻ കണ്ടെത്തി. ആ ക്രമക്കേട് എന്ന് പറയുന്നത് വിജയൻ പറഞ്ഞ വിജയന്റെ ജീവിതത്തെ തകർത്ത ക്രമക്കേടാണ്. ആ പണം പിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ കൂടി പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ? ആ നിലയിൽ കൂടി പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ സാഹചര്യം, ഒരു പ്രശ്നം, തട്ടിപ്പിന്റെ അഴിമതി പ്രശ്നം മാറില്ല, രണ്ട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നല്ലോ. ശ്രീ ശരത്, ഞങ്ങൾ ഒരു സിവിൽ കോടതിയല്ല. ഞാൻ തുടക്കം തൊട്ട് ഞാൻ അതാണ് പറയുന്നത്. സജീഷിനോടാണ് ആ ചോദ്യം ഞങ്ങൾ ചോദിച്ചത്. ഒരു സജീഷ്, ഒരു കാര്യം, വസന്ത് പറഞ്ഞത് കേട്ടല്ലോ. അല്ല ഒരു കാര്യം, വേഗം. ഇവിടെ അദ്ദേഹം എന്ത് തന്നെ പറഞ്ഞാലും, കോൺഗ്രസിന്റെ പ്രതിനിധി എന്ത് തന്നെ പറഞ്ഞാലും, ഈ പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, പണം തിരിച്ചു കൊടുക്കാൻ, ഇത്രയേറെ ബാധ്യതയുണ്ടാക്കിയ പണം തിരിച്ചു കൊടുക്കാൻ IC ബാലകൃഷ്ണൻ ബാധ്യസ്ഥനാണ് എന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. അതിനെ ഇവർ പരിഗണിച്ചോ? വേറെ ആരെയെങ്കിലും പേര് പറയുകയാണോ? മറ്റെന്തെങ്കിലും നിലപാട് സ്വീകരിച്ചു എന്ന് പറയുകയാണോ? ഇവരാരെയാണ് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരു കാര്യം കൂടി ഗൗരവമായി ഇതിൽ പറയേണ്ടതുണ്ട്. കാരണം ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തുമ്പോഴും ഇവർ ചർച്ചയിലും നേരത്തെ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളിപ്പോൾ പുറത്തൊന്നും പറയുന്നില്ല, ചില കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് അനീതിയുടെ ഒരു വല്ലാത്ത രീതിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ച ശേഷം പോലും അദ്ദേഹത്തോട് നീതികേടാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടിയാണ് ഈ കത്ത് പുറത്തു വരുന്നതിലൂടെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുമല്ലോ, എന്തെങ്കിലും കുടുംബ പ്രശ്നമോ മറ്റു കാരണം കൊണ്ടോ ആണ് എന്ന്. അതൊന്നുമല്ല, തൻ്റെ മരണത്തിന് ഉത്തരവാദി കോൺഗ്രസ് മാത്രമാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. അതാണ് പ്രധാനം. വളരെ സ്പഷ്ടമായി തന്നെ DCC ട്രഷറായിട്ടുള്ള വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ MLA IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിച്ചിരിക്കുന്നു. ചതിക്കപ്പെട്ട വിജയനെയാണ് ആ ആത്മഹത്യാക്കുറിപ്പ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.